നമസ്കാരം ഗായ്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാനിങ്ങനെ ദേശമല വഴി പോകാറുണ്ട് കേട്ടോ. അപ്പോൾ വിശപ്പുണ്ടായിരുന്നു, രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല. അങ്ങനെ ഞാൻ കയറിയ ഹോട്ടലാണ്. പേരും ഡീറ്റെയിൽസൊക്കെ ലാസ്റ്റ് പറയാം. ഈ ഇരിക്കുന്ന സ്പോട്ടൊക്കെ കാണുമ്പോൾ ഈ നാട്ടിലേക്ക് മനസ്സിലാവും ഏതാ ഹോട്ടൽ എന്നൊക്കെ. അപ്പോൾ അങ്ങനെ ഒരു മാജിക് കാണിച്ചിട്ട് അപ്പോൾ ഒറ്റയടിക്ക് ഞാൻ പൊറോട്ടയും ബീഫും പറഞ്ഞപ്പോൾ വന്നു, സാധനം വന്നു പെട്ടെന്ന് കിട്ടിയിട്ട്. അപ്പോൾ എനിക്ക് ഇപ്പോൾ അടുത്ത് ഞാൻ രണ്ട് മൂന്ന് സ്ഥലത്ത് നിന്ന് നമ്മുടെ ചുറ്റുപാട്ടിൽ നിന്ന്, അതായത് ചെറുതുരുത്തി, ഷൊർണൂർ ആ ഭാഗത്തു നിന്നൊക്കെ ആയിട്ട് ഞാൻ കുറേ ബീഫ് കഴിച്ചിരുന്നു. ബട്ട് എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം ഞാൻ കുറേ കാലമായിട്ട് നമ്മുടെ ഏരിയയിൽ നിന്ന് അധികം ഫുഡ് കഴിക്കാറില്ല. കാരണം വീഡിയോ എടുക്കേണ്ട കാര്യത്തിനും അതിനൊക്കെ വേണ്ടിയിട്ട് പരമാവധി പുറത്ത് കഴിക്കാത്ത ഹോട്ടലിലൊക്കെ പോയിട്ട് കഴിക്കാൻ ഞാൻ ശ്രമിക്കാറ്. അങ്ങനെ ഞാൻ ഇന്ന് അത്യാവശ്യം വിശന്നപ്പോൾ പിന്നെ അത്രയും അവിടെ നിന്ന് പോയി വീഡിയോ എടുക്കാൻ രീതിയിൽ കഴിക്കണ്ടല്ലോ വെച്ചിട്ട് ഞാൻ കഴിച്ചു നോക്കി കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതായത് അത്യാവശ്യം നല്ല ബീഫ് റോസ്റ്റ് ആയിരുന്നു. അതായത് മസാല ആണെങ്കിലും മീറ്റ് ആണെങ്കിലും അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ എനിക്കിഷ്ടപ്പെട്ട ഞാൻ എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് ഞാൻ അറിയിക്കണമല്ലോ എന്താണ് സംഭവം എന്നൊക്കെ. അങ്ങനെ ഞാൻ 2 പൊറാട്ട മേടിച്ച് ബീഫൊക്കെ ഇട്ടിട്ട് അത്യാവശ്യം കുതിർത്തി വെച്ചിട്ട് കുറച്ച് നേരം വെച്ചിട്ട് ഞാൻ കഴിച്ചു. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാനൊരു ചായയൊക്കെ പറഞ്ഞിട്ടോ, അതൊക്കെ വീഡിയോയിൽ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പൊറോട്ട ബീഫും കഴിച്ചവരുണ്ടാവും, കഴിക്കാത്തവരുണ്ടാവും. അപ്പോൾ ഞാൻ ലൊക്കേഷൻ എന്താ പറയാത്തതെന്നായിരിക്കും കേട്ടോ. അപ്പോൾ ലൊക്കേഷൻ ലാസ്റ്റ് പറയാം, കാരണം എല്ലാ വീഡിയോയിലും ഞാൻ ഫസ്റ്റ് തന്നെ ലൊക്കേഷൻ പറയുന്നത്. അപ്പോൾ ചായയും വന്നു, അപ്പോൾ ചായയും കുടിച്ചു. അപ്പോൾ പൊറോട്ടയും ബീഫും ചായ അത്യാവശ്യം നല്ലൊരു കോംബോ ആണ്. അപ്പോൾ അത്യാവശ്യം നല്ല വിഷമതുകൊണ്ട് തന്നെ ഞാൻ ഒരു ഡബിൾ ഓംലേറ്റും കൂടി പറഞ്ഞു. അപ്പോൾ ഞാൻ ഈ പൊറോട്ട അത്യാവശ്യം നല്ല ചൂടുണ്ടായിരുന്നു. ഞാൻ ഏകദേശം ഒരു 3 മണി 4 മണി ആയിരുന്നു കേട്ടോ ഞാൻ പോകുമ്പോൾ. അപ്പോഴേ നമുക്ക് എല്ലാ ഐറ്റം അത്യാവശ്യം ചൂടുണ്ട്. അതായത് ബീഫും പൊറോട്ടയും ചായയും ഓൾറെഡി ചൂടുണ്ടായിരിക്കുമല്ലോ. ഞാനൊരു ഓംലേറ്റും പറഞ്ഞത്, അതൊക്കെ നല്ല ചൂടുണ്ടായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടു. അതായത് വീഡിയോ എടുക്കണമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാതെ പോയ സ്ഥലമായിരുന്നു. കാരണം ഭക്ഷണം കഴിച്ച് പോരാന്ന്. ബട്ട് എനിക്കത് കഴിച്ച് തുടങ്ങിയപ്പോൾ ഇഷ്ടപ്പെട്ടപ്പോൾ എന്തായാലും ഞാൻ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാനൊരു ഡബിൾ ഓംലേറ്റും കഴിച്ചിട്ട് ഞാൻ അവിടെ നിന്ന് നീക്കാന്നുള്ള പ്ലാനിലാറുണ്ട്. അപ്പോൾ അധികം സീറ്റിംഗ് ഒന്നുമില്ല ഹോട്ടലിൽ. ഒരു 4 ടേബിളുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 12-16 പേർക്കൊക്കെ ഇരിക്കുക. അപ്പോൾ കഴിക്കലൊക്കെ കഴിഞ്ഞ് നമ്മൾ കഴിക്കിയിട്ട് ഏതാ ലൊക്കേഷൻ എന്നൊക്കെ പറയട്ടെ. ലൊക്കേഷൻ ഇനിയിപ്പോൾ ഞാൻ സസ്പെൻസ് ഒക്കെ ഇല്ല, ഞാൻ വീഡിയോ ലാസ്റ്റ് ഒരു ക്ലിപ്പ് പോലെ വെക്കാമെന്ന് വിചാരിച്ച്. പക്ഷേ വേണ്ട, നമുക്ക് പറയാം. ഏകദേശം സലാല ഹോട്ടലാട്ടോ. ഹോട്ടൽ സലാല നമ്മുടെ ദേശമംഗലം കൂട്ടുപാത ഇന്ന് തലശ്ശേരിക്ക് പോകണമെങ്കിൽ ലെഫ്റ്റ് സൈഡിലാട്ടോ. അപ്പോൾ ഞാൻ ഇത് കഴിച്ച മൊത്തം കൂടിയിട്ട് 130 രൂപ ആയിട്ടുള്ളൂ. അപ്പോൾ അഫോർഡബിൾ പ്രൈസിങ്ങും ആണ് കാര്യങ്ങൾ. നമ്മുടെ ഉള്ളേരിയത്തിൽ ഹോട്ടലായതുകൊണ്ട് വൃത്തിക്കൊന്നും ഒരു കുറവുമില്ല. അപ്പോൾ ദേശമംഗലം കൂട്ടുപാത നിന്ന് തലശ്ശേരിക്ക് പോകുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് നമ്മുടെ സർവീസ് സ്റ്റേഷൻ്റെ ഒക്കെ അടുത്തായിട്ടോ ഹോട്ടൽ. പോകാത്ത ജസ്റ്റ് പോയി ട്രൈ ചെയ്യുക. അതുപോലെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായം പറയാം. ഓക്കെ, ബൈ.